നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോണിന്റെ പ്രൈം ഡേ സെയിൽ വരാനായിട്ട് പോവുകയാണ്. 20ഉം 21ഉമാണ് ഈ സെയിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആമസോൺ പ്രൈം ഡേ സെയിലിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം അപ്ലയൻസസോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം സെയിൽ ടൈമിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പല മിസ്റ്റേക്കുകളും കാണിക്കും. ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതേപോലെ ഏറ്റവും നല്ല ഓഫറിൽ എങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം നമുക്ക് പ്രൈം ഡേ സെയിലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. പ്രൈം ഡേ സെയിൽ only for പ്രൈം മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ ഈ പ്രൈം ഡേ സെയിലിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 20ആം തീയതി 21ആം തീയതിയാണ് ഈ സെയിൽ നടക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ICICIയുടെ ബാങ്ക് കാർഡിനും SBI കാർഡിനും 10% സേവിങ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ക്രെഡിറ്റ് കാർഡിനാണോ ഡെബിറ്റ് കാർഡിനാണോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിലും ഈ ഒരു ഓഫർ 10% ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം കുറെ പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ച് നടക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ പ്രൊഡക്റ്റുകളിലാണ് കൂടുതൽ ഓഫർ കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണിനും അതിന്റെ അക്സസറീസിനും ഒക്കെ നല്ല ഡിസ്കൗണ്ട് ലഭിക്കും. അതേപോലെ ഹോം അപ്ലയൻസസിന് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ലാപ്ടോപ്പ്, ഇയർഫോൺസ്, സ്മാർട്ട് ഫോണുകൾ, ഫാഷൻ ബ്യൂട്ടി ഐറ്റംസ്, സ്മാർട്ട് TVs എല്ലാത്തിനും ഇവിടെ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നിങ്ങളിപ്പം റെഫ്രിജറേറ്ററോ അതേപോലെ തന്നെ വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഇവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൈം ഡേ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് റിവീൽ ആയിട്ടുള്ളത്. ഇനി സെയിൽ ടൈമിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് 10% സേവിങ്സ് ആണ് നമുക്ക് ഇവിടെ ഈ കാർഡിലൂടെ ലഭിക്കുക. ഇവിടെ ICICIയുടെയും SBIയുടെയും കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന 10% ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. എന്തെങ്കിൽ മാത്രമേ ഈ ഒരു സെയിൽ ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബൈ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ICICIയുടെയും SBIയുടെയും കാർഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ സെയിൽ ടൈമിൽ മാത്രമല്ല ഡിസ്കൗണ്ട് വരുന്നത്. അല്ലാത്ത സമയത്ത് ഒരുപാട് ഡിസ്കൗണ്ടുകൾ പല പ്രൊഡക്റ്റുകളിൽ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അറിയാറില്ല. പക്ഷേ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലൂടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഈ എജിയോയിലും ഒക്കെ വരുന്ന എല്ലാ ഓഫറുകളും അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓഫറുകളെ കുറിച്ച് എളുപ്പം അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീൽസ് ബൈ ഷിജോ എന്ന് പറയുന്ന ആ ഒരു ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ 20ആം തീയതി 21ആം തീയതി സെയിലിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഫുൾ ഓഫറുകൾ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെയും പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ടൈമിൽ ഈ ഒരു ചാനൽ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് യൂസ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ EMI എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നോ കോസ്റ്റ് EMI ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പ്രൊഡക്റ്റിന് 6 മാസം വരെ നോ കോസ്റ്റ് EMI ഉണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം 1 വർഷം വരെ നമ്മൾ EMI ഇട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നോ കോസ്റ്റ് EMI ആയിരിക്കത്തില്ല. അവിടെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അവിടെ ലാഭത്തെക്കാളേറെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് EMI എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര മാസം വരെയാണ് ആ നോ കോസ്റ്റ് EMI എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം ആ നോ കോസ്റ്റ് EMIയിൽ തന്നെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പ്രൈം ഡേ സെയിലിൽ 18 മാസം വരെ നോ കോസ്റ്റ് EMI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സമയത്തായാലും നോ കോസ്റ്റ് EMI എടുക്കുന്ന സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വാങ്ങാവൂ. സെയിൽ ടൈമിൽ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫറുകൾ കാണും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, സ്മാർട്ട് TV ആയിക്കോട്ടെ, ഒക്കെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നല്ല റേറ്റിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ സാധനം വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചോളുക. ഈ സെയിൽ ടൈമിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. നല്ല റേറ്റിൽ തന്നെ സെയിൽ ടൈമിൽ ഏത് സാധനവും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പ്രൈം ഡേ സെയിലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 99 രൂപ മുതൽ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓഫർ ഇവിടെ നൽകിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ആമസോണിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ സെയിൽ ടൈമിൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. പ്രൈം മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെയിലിലേക്ക് ജോയിൻ ചെയ്യാനും ഇതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനും സാധിക്കത്തുള്ളൂ. പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് ഈ ആമസോൺ പ്രൈം സെയിൽ ടൈമിൽ മാത്രമല്ല നമുക്ക് ബെനിഫിറ്റ്സ് ഉള്ളത്. ഒരുപാട് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നമുക്ക് ആമസോൺ പ്രൈമിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ആമസോണിന്റെ ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5% അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് പ്രൈം മെമ്പേഴ്സിന് വേണ്ടി ആമസോണിൽ ലഭിക്കുക. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് സെയിൽ ടൈമിൽ ആമസോണിൽ കുറെ കൂപ്പൺസ് കാണും. ഈ കൂപ്പൺസ് നമ്മൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൂപ്പൺസിൽ ഓഫർ ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലും നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കൂപ്പൺ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ ഡിസ്കൗണ്ട് ആണോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾ ഈ കൂപ്പൺ സെക്ഷനിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ലിസ്റ്റിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കൂപ്പണിലൂടെ കളക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബൈ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഡിസ്കൗണ്ടിലൂടെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും വാങ്ങാൻ സാധിക്കുക. അടുത്തായിട്ട് പറയാനുള്ളത് ആമസോണിന്റെ പ്രൊഡക്റ്റുകൾ വല്ലതും നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് അലക്സ അല്ലെങ്കിൽ ആമസോൺ ബേസിക്കിന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് ഭയങ്കര ഡിസ്കൗണ്ട് ആയിരിക്കും സെയിൽ ടൈമിൽ കിട്ടാനായിട്ട് പോകുക. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആമസോൺ ബേസിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ചെക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം സെയിൽ ടൈമിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് ഈ ഒരു ആമസോണിന്റെ പ്രൊഡക്റ്റുകൾക്കായിരിക്കും. അടുത്തായിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ്
നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്തിടണം. കാർട്ടിൽ ആഡ് ചെയ്തിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ എപ്പോഴും സെയിൽ ടൈമിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ സെയിൽ ടൈമിൽ അതിന്റെ വിലയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം നമ്മൾ കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കഴിഞ്ഞ് നോക്കിയാലും കാർട്ടിൽ അതിന്റെ ഒരു പ്രൊഡക്റ്റ് റേറ്റ് എത്ര, ഇന്നത്തെ റേറ്റ് തന്നെ ആയിരിക്കും അന്നേരം കാണിക്കുക. അപ്പൊ ഈ സെയിൽ ടൈമിൽ നമുക്ക് ആ റേറ്റിലല്ലല്ലോ വാങ്ങേണ്ടത്, ഡിസ്കൗണ്ട് റേറ്റിലല്ലേ വാങ്ങേണ്ടത്. അപ്പൊ ഡിസ്കൗണ്ട് റേറ്റിൽ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിൽ നമ്മൾ 2 ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. അതായത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ 2 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു വെക്കും. അതിനുശേഷം നമ്മൾ സെയിൽ ടൈമിൽ ഒരു പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് റീഫ്രഷ് ആവുകയും നമുക്ക് അതിന്റെ എക്സാക്ട് പ്രൈസ് ആ ഒരു സെയിൽ ഡേയിൽ എത്ര ആണെന്നുള്ളത് അവിടെ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചേക്കുക. അതായത് കാർട്ടിൽ ആഡ് ചെയ്തൊന്നും മാത്രം കാര്യമില്ല, ആ ഒരു സെയിൽ ടൈമിലെ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് എത്ര ആണെന്നുള്ളത് നമുക്ക് അവിടെ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അടുത്തത്, നിങ്ങൾ ഈ സെയിൽ ടൈമിൽ എന്ത് സാധനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഒരു 5 പ്രൊഡക്റ്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 5 പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് തയ്യാറാക്കി അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ സെയിൽ ടൈമിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. ഇപ്പം ഒരു പ്രൊഡക്റ്റിന്റെ വില 10,000 രൂപയാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിന്റെ ഇന്നത്തെ പ്രൈസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സെയിൽ ടൈമിൽ അവർ ഒരു 70% ഡിസ്കൗണ്ട് ആയിരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് 10,000 രൂപ റേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാക്ട് ഇപ്പൊ സെയിൽ ആകുന്ന പ്രൈസ് 10,000 ആയിരിക്കും, അന്നേരം 10,000 തൊട്ടായിരിക്കും. പക്ഷേ ഡിസ്കൗണ്ട് അവിടെ കാണിച്ചിരിക്കുന്നത് 70% ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ട്, വാഹനം വാങ്ങിയേക്കാമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. ഇനി സെയിൽ ഡേറ്റിൽ അതിന്റെ പ്രൈസ് എത്രയാണ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കുക. ഇനിയും പറയാനുള്ളത്, സാധാരണ മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്. അതായത് സെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ഡിസ്കൗണ്ട് കാണുമ്പോൾ നമ്മൾ എല്ലാം അങ്ങ് വാങ്ങിക്കൂട്ടും. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ സെയിൽ ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വരും. പിന്നെ ചിലപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുക പോലും ചെയ്യില്ല, അവിടെ ഇവിടെ ഇട്ട് തട്ടിക്കളിച്ച് അതെടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സാധാരണ മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, ആ വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങുക. സെയിൽ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സാധനം ആവശ്യമില്ലാതെ വാങ്ങാതെ ഇരിക്കുക. അപ്പോൾ ഈ സെയിൽ ടൈമിൽ ഇലക്ട്രോണിക് ഐറ്റംസിൽ ഒരുപാട് ഡിസ്കൗണ്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിന്റെ ഡിസ്കൗണ്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ മാക്സിമം മൊബൈൽ ഫോണിൽ വരുന്ന ഡിസ്കൗണ്ടുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം കമന്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.